പശ്ചിമ കൊച്ചിയിൽ കാനകൾ കരകവിഞ്ഞൊഴുകിയതോടെ വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും കൗൺസിലർ അടക്കമുള്ളവർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആരും കാണുന്നില്ല, ആരും വന്ന് അന്വേഷിക്കുന്ന പോലില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങള് കുഞ്ഞുമക്കൾ കൂടെ നേരം വെളുത്തപ്പോ തൊട്ട് പട്ടിണി ഇരിക്കണേ. അടുക്കള മുതൽ വെള്ളമാണ്. രോഗികളാ, ഒറ്റക്ക് താമസിക്കണവരാ. എന്തെങ്കിലും വന്നാൽ തിരിഞ്ഞു നോക്കുന്നുണ്ടാ? ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആ പട്ടിണി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ മഴപ്പെയ്ത്തിൽ കുഞ്ഞുമക്കളെ കൊണ്ട് അത് പാർട്ടിക്കാരൊന്നും പറയുന്നില്ല. അവർക്ക് പനിയാണെന്ന് വരാൻ പറ്റൂലെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലറിന് ഈ ഒരു കൗൺസിലർ ഇരുന്നപ്പോ കോരിയിരുന്നു ഷിജിറോയി. അവരായിരുന്നു വെച്ചപ്പോ മാസം മാസം കോരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് ഈ പാർട്ടിക്കാർ കയറിയിട്ട് ഇവിടെ 5 വർഷം അധികം മുമ്പ് തുടങ്ങിയതാണ് കോരാണ്ട്. ഈ കാണ പൊക്കി കെട്ടും ഇങ്ങനെ വെക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് തോപ്പുംപടി മേഖല. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് അശ്വിൻ പാലാഴി ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് അവർ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പാളിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ? ഉന്മേഷ്, തോപ്പുംപടിയിലെ മൂലംകുഴി ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. അത് ഒരു വെള്ളക്കെട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങളെ ബാധിക്കുന്ന, ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി തന്നെ ഈ വെള്ളക്കെട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ നമ്മൾ കേട്ട വീട്ടമ്മമാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ഈ കാനകൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തതും അതിൽ നിന്നും ഈ മാലിന്യങ്ങൾ ഒഴുക്കി വിടാത്തതുമൊക്കെ, അല്ലെങ്കിൽ അത് തടഞ്ഞു നിന്ന് വെള്ളം ഒഴുകി പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് ഈ ഡിവിഷനിൽ പണിത മൂലംകുഴി ഡിവിഷനിൽ പണിത ഒരു കാനയുടെ ഭാഗമാണ്. പക്ഷേ ഇത് മെയിൻ റോഡിന്റെ ലെവലിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇട റോഡിൽ നിന്നുള്ള കാന ഉയർത്തിപ്പണിത്. പക്ഷേ അത് മഴക്കാലം എത്തിയപ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരിതം ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്നത്. അതായത് ഇട റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കാനയിലൂടെ ഒഴുകി പോകാത്ത ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. അതാണ് ഈ മഴക്കാലത്ത് ഇന്നലെ പെയ്ത മഴയിൽ ഇവരെ വലിയ ദുരിതത്തിലാക്കിയത്. വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നത്. എന്തായാലും നാട്ടുകാർ ഇടപെട്ട് തന്നെ ഇന്ന് ഈ കാന പൊളിച്ചു. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ റോഡിൽ കിടക്കുന്നത്. ആ കാന പൊളിച്ചതിന് ശേഷമാണ് ഈ മൂലംകുഴി ഭാഗത്തുണ്ടായിരുന്ന കെട്ടിക്കിടന്ന വെള്ളമെല്ലാം ഈ കാനയിലൂടെ കൃത്യമായി ഒഴുകി തുടങ്ങിയത്. അതായത് അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ മൂലംകുഴിയിൽ നമ്മൾ ഇന്ന് കണ്ടത്. അത് എന്തായാലും വലിയ പകർച്ചവ്യാധി ഭീഷണിയൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ഇവിടെ നേരിടുന്നുണ്ട്. കാരണം മലിനമായ ജലമാണ് വീടുകളിലേക്ക് എത്തിയത്. അതിനുള്ളിലാണ് ഇന്നലെ രാത്രി മുഴുവൻ ഈ ഇവിടുത്തെ ഏകദേശം ഒരു 50ഓളം കുടുംബങ്ങൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നത്. എന്തായാലും നാട്ടുകാർ തന്നെ മുൻകൈ എടുത്തത് പൊളിച്ചു മാറ്റി ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ മഴ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചിമ കൊച്ചിയിൽ ഇപ്പോൾ മഴ ചെറുതായിട്ട് തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അത് രാത്രി വലിയ മഴയിലേക്ക് പോയാൽ വീണ്ടും വലിയ വെള്ളപ്പൊക്കം ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് വെല്ലുവിളിയാണ്. എന്തായാലും ഈ അധികാരികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്. അത് അവർ പറയുന്നതിൽ വലിയ കാര്യവുമുണ്ട്. കാരണം ഈ ഡ്രെയിനേജിന്റെ സിസ്റ്റമൊക്കെ വളരെ അമ്പേ പരാജയപ്പെട്ടൊരു ഉദാഹരണമാണ്, അമ്പേ പരാജയപ്പെട്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വെള്ളക്കെട്ട് ഉടനെ അങ്ങ് ഒഴിയുന്ന ഒരു ലക്ഷണം കാണുന്നുമില്ല. ഉന്മേഷ്, തോപ്പുംപടി മേഖലയിലാണ് ഈ പ്രതിസന്ധി. അശ്വിൻ പാലാഴിയാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.